പ്രിയപ്പെട്ട എല്ലാ കുഞ്ഞുങ്ങൾക്കും +1 സുവോളജി ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നാം എന്തൊക്കെ കാര്യങ്ങളാണ് പഠിച്ചത്? നാം ക്ലാസ് കോൺട്രിക്ടസ്, ക്ലാസ് ഓസ്റ്റിക്ടസ്, ക്ലാസ് ആംഫിബിയ എന്നിവയുടെ സവിശേഷതകളെക്കുറിച്ച് പഠിക്കുകയുണ്ടായി. ഇൻ ദ ലാസ്റ്റ് ക്ലാസ് വി ഹാവ് ലേൺഡ് ദ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ഓഫ് ക്ലാസ് കോൺട്രിക്ടസ്, ക്ലാസ് ഓസ്റ്റിക്ടസ് ആൻഡ് ക്ലാസ് ആംഫിബിയ. Today, we are going to learn about 3 diversified group of animals from animal kingdom. Animal kingdomത്തിലെ ജന്തുലോകത്തിലെ വൈവിധ്യമാർന്ന 3 വ്യത്യസ്ത ഗ്രൂപ്പിൽപ്പെട്ട ജീവികളെക്കുറിച്ചാണ് നാം ഇന്ന് പഠിക്കാനായി പോകുന്നത്. One group among animals move around by creeping or crawling. Let us watch a video on these animals which move around by creeping or crawling. Please watch this video. വീഡിയോ എല്ലാവരും കണ്ടല്ലോ അല്ലേ? Can you identify the group of organisms which you have seen in the video? Yes, you are right. These organisms belong to the class Reptilia. നാം ആദ്യം ക്ലാസ് റെപ്റ്റീലിയയിൽപ്പെട്ട ജന്തുക്കളുടെ സവിശേഷതകളെക്കുറിച്ചാണ് പഠിക്കാനായി പോകുന്നത്. What are the characteristic features of these organisms? These are mostly terrestrial in nature. They are poikilotherms. What do you mean by poikilotherms? Those organisms which cannot regulate their body temperature according to changes in the environment. Those organisms which cannot regulate their body temperature according to variations in the environmental temperature. പരിസ്ഥിതിയിൽ ഉണ്ടാകുന്ന താപനില വ്യതിയാനത്തിനനുസരിച്ച് സ്വന്തം ശരീര ഊഷ്മാവ് ക്രമീകരിക്കുവാൻ കഴിയാത്ത ജീവികളെയാണ് poikilotherms എന്ന് വിളിക്കുന്നത്. Their body is covered by dry cornified skin or scales or scutes. Their body is covered by dry cornified skin or scales or scutes. പാമ്പും പല്ലിയുമൊക്കെ പടം പൊഴിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? Lizards
and snakes shed their scales as skin cast. പാമ്പും പല്ലിയുമൊക്കെ ഈ ശൽക്കങ്ങൾ പൊഴിച്ചു കളയാറുണ്ട്. അതിനെയാണ് സ്കിൻ കാസ്റ്റ് എന്ന് വിളിക്കുക. അവ പടം പൊഴിക്കുന്ന നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ? എന്നാൽ നമുക്കൊരു വീഡിയോ കണ്ടിട്ട് തിരിച്ചു വരാം. പ്ലീസ് വാച്ച് ദിസ് വീഡിയോ. വീഡിയോ എല്ലാവരും കണ്ടല്ലോ അല്ലേ? സോ വാട്ട് ഈസ് സ്കിൻ കാസ്റ്റ്? Animals like lizards and snake shed their scales as skin cast. Reptiles do not have external ears. അവയ്ക്ക് ബാഹ്യ കർണങ്ങൾ ഇല്ല. Tympanum represents their ear. ടിംബാനമാണ് അവയുടെ ചെവിയായി പ്രവർത്തിക്കുന്നത്. Limbs when present are paired in nature. നിങ്ങൾ പാമ്പിനെ കണ്ടിട്ടുണ്ടാവും. പാമ്പിന് കയ്യോ കാലോ ഉണ്ടോ? ഇല്ല. എന്നാൽ കൈയും കാലും ഉള്ളവയിൽ അത് ജോഡികളായിട്ടാണ് കാണപ്പെടുക. 2 ജോഡികളാണ് കാണപ്പെടുക. അതായത് 4. 2 മുൻകാലുകളും 2 പിൻകാലുകളും. 2 forelimbs and 2 hind limbs. Heart is 3-chambered as in snakes, or it may be 4-chambered as that in crocodiles. Heart is 3-chambered as in snakes and 4-chambered as in crocodiles. In these organisms, sexes are separate. That is, a male and a female is present. ഇവയിൽ സെക്സസ് സെപ്പറേറ്റ് ആണ്. മെയിലും ഫീമെയിലും സെപ്പറേറ്റ് ആയി ഉണ്ട്. ഫെർട്ടിലൈസേഷൻ ഇസ് ഇന്റേണൽ. വാട്ട് ഡു യു മീൻ ബൈ ഫെർട്ടിലൈസേഷൻ? ഇറ്റ് ഇസ് ദ പ്രോസസ് ഓഫ് ഫ്യൂഷൻ ഓഫ് മെയിൽ ആൻഡ് ഫീമെയിൽ ഗാമീറ്റ്. പുംബീജവും അണ്ഡവും സംയോഗിക്കുന്ന പ്രക്രിയയാണ് ബീജസംയോഗം അഥവാ ഫെർട്ടിലൈസേഷൻ. എവിടെയാണ് ഈ ബീജസംയോഗം നടക്കുക? അത് ശരീരത്തിനുള്ളിലാണ് നടക്കുക. അതുകൊണ്ട് അതിനെ ഇന്റേണൽ ഫെർട്ടിലൈസേഷൻ എന്ന് വിളിക്കുന്നു. ദീസ് ആർ oviparous animals. What do you mean by oviparous? Those animals which lay eggs. ഇവ oviparous animals ആണ്. എന്ന് പറഞ്ഞാൽ മുട്ടയിടുന്ന ജീവികളാണ്. What about the type of development? ഇവയുടെ ഡെവലപ്മെന്റൽ സ്റ്റേജിൽ ഏതെങ്കിലും ഒരു ലാർവൽ ഫോം ഉണ്ടോ? ഇല്ല. So the development is said to be direct. Development is direct in nature. Examples from this class: Chelone or turtle, Testudo tortoise, Chameleon tree lizard, Calotus garden lizard, Crocodilus crocodile, Alligator, Hemidactylus wall lizard. Poisonous snakes include Naja or cobra, Bungarus crate, and Vipera viper. During the course of evolution,
evolved another group of organisms which developed the ability to fly. പരിണാമത്തിന്റെ ഘട്ടത്തിൽ പറക്കുവാനുള്ള കഴിവോട് കൂടിയ ഒരു ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസംസ് ഉണ്ടായി. നിങ്ങൾക്കൊക്കെ മനസ്സിലായി കാണും ടീച്ചർ ഏത് ഗ്രൂപ്പിനെ കുറിച്ചാണ് സംസാരിക്കുന്നതെന്ന്. അതെ, I am talking about birds. Let us watch a video showing this glorified group of reptiles which have the ability to fly. Please watch this video. വീഡിയോ എല്ലാവരും കണ്ടല്ലോ അല്ലേ? Can you tell me the class to which birds belong? പക്ഷികൾ ഏത് ക്ലാസ്സിൽപ്പെട്ട ജീവികളാണ്? They belong to class Aves. Birds belong to class Aves. What are the characteristic features of birds? പക്ഷികളുടെ സവിശേഷതകൾ എന്തൊക്കെയാണ്? Most of them have the ability to fly except the flightless birds like ostrich. മിക്കവാറും എല്ലാ പക്ഷികൾക്കും തന്നെ പറക്കുവാനുള്ള കഴിവുണ്ട്. With the exception of a few like ostrich. Ostrich പോലെയുള്ള ചില പക്ഷികൾ ഒഴികെ മിക്കവാറും എല്ലാ പക്ഷികൾക്കും തന്നെ പറക്കുവാനുള്ള കഴിവുണ്ട്. Their forelimbs are modified into wings. അവയുടെ മുൻകാലുകൾ ചിറകുകളായി പരിണമിച്ചിരിക്കുന്നു. Their forelimbs are modified into wings. The hind limbs are also variously modified. അവയുടെ പിൻകാലുകളും പലതരത്തിൽ രൂപമാറ്റം സംഭവിച്ചവയാണ്. And they are adapted for walking, swimming or clasping the tree branches. Hind limbs also bear scales in them. അവയുടെ പിൻകാലുകളിൽ സ്കെയിലുകൾ ഉണ്ട് അഥവാ ശൽക്കങ്ങളും കാണപ്പെടുന്നു. Their body is devoid of glands. അവയുടെ ശരീരത്തിൽ ഗ്ലാൻഡുകളില്ല except at one region. That is, the tail region possesses oil glands. വിശ്രമിക്കുന്ന കാക്കയെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. കാക്ക ഇടയ്ക്കിടെ തൻ്റെ വാലിൽ കൊത്തിയിട്ട് ചിറകുകൾ മിനുക്കുന്നതും നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. എന്താണ് അതിന് കാരണമെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇല്ല അല്ലേ? കാരണം ഇതാണ്, വാലിൻ്റെ അറ്റത്തായി ഓയിൽ ഗ്ലാൻസ് ഉണ്ട്, എണ്ണ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥിയുണ്ട്. ആ ഗ്രന്ഥിയിൽ നിന്നുള്ള എണ്ണ കൊക്കുകൊണ്ടെടുത്ത് തൻ്റെ തൂവലുകൾ മിനുക്കുന്നതാണ് കാക്ക ചെയ്യുന്നത്. Endoskeleton is fully bony or ossified. The long bones are pneumatic. എന്താണ് pneumatic bones? Those bones with air cavities, വായു അറകളാൽ സമ്പുഷ്ടമായ എല്ലുകളാണ് പക്ഷികൾക്ക് ഉള്ളത്. എന്തിനാണ് ഇങ്ങനെയുള്ള ഒരു അഡാപ്റ്റേഷൻ? Why do they have pneumatic bones? കാരണം പറക്കുവാനുള്ള ഒരു അനുകൂലനമാണ്. It is an adaptation that will help the birds to fly. വെയിറ്റ് കുറയ്ക്കാനുള്ള ഒരു അനുകൂലനമാണ് pneumatic bones.
In the alimentary canal of birds, two additional chambers, crop and gizzard, are present. In the alimentary canal of birds, two additional chambers, crop and gizzard, are present. Crop helps in food storage. Gizzard helps in grinding of food. ആഹാരം അരച്ചെടുക്കുന്നതിൽ സഹായിക്കുന്ന ഭാഗമാണ് gizzard. Two additional chambers are present in the alimentary canal of birds, and they are the crop and gizzard. Heart is four-chambered with two auricles and two ventricles. ഹൃദയത്തിന് 4 അറകളാണുള്ളത്. മുകളിലത്തെ 2 അറകളെ ഓറിക്കിൾ എന്നും താഴത്തെ 2 അറകളെ വെൻട്രിക്കിൾസ് എന്നും വിളിക്കുന്നു. These are warm-blooded animals, or they are referred to as homeotherms. എന്താണ് homeotherms? Those organisms which can regulate their body temperature and maintain a constant body temperature. Homeotherms are those organisms which can maintain a constant body temperature. സ്വന്തം ശരീര ഊഷ്മാവ് നിയന്ത്രിച്ച് നിർത്താൻ കഴിവുള്ള ജീവികളെയാണ് ഹോമിയോതേംസ് എന്ന് വിളിക്കുന്നത്. അന്തരീക്ഷത്തിൽ ഉണ്ടാകുന്ന താപനില വ്യതിയാനങ്ങൾ എന്ത് തന്നെയുമായിക്കൊള്ളട്ടെ, ഇവയ്ക്ക് സ്ഥിരമായ ഒരു ശരീര താപനില ഉണ്ടായിരിക്കും. റെസ്പിറേഷൻ ഇസ് ബൈ ലങ്സ്. ശ്വസനം ലങ്സ് ഉപയോഗിച്ചിട്ടാണ്. ആൻഡ് ദീസ് ലങ്സ് ഹാവ് അഡീഷണൽ എയർ ചേംബേഴ്സ് വിച്ച് സ്റ്റോർ എയർ. ഇവയുടെ ശ്വസന അവയവം ലങ്സ് ആണ്. ലങ്സിനോട് ചേർന്ന് ധാരാളം വായു അറകളും കാണപ്പെടുന്നു. സെക്സസ് ആർ സെപ്പറേറ്റ്. ഫെർട്ടിലൈസേഷൻ ഇസ് ഇന്റേണൽ. ദാറ്റ് ഈസ് ഇറ്റ് occur within the body. These are oviparous animals. Oviparous നേരത്തെ സൂചിപ്പിച്ചതുപോലെ മുട്ടയിടുന്ന ജീവികളാണ് ഇവ. Development is direct without any larval form. Examples for class apes: Corvus, crow; Columba, pigeon; Psittacula, parrot; Struthio, ostrich; Pavo, peacock; Actinodides, penguin; Neophron, vulture. Next, we are going to study about that group of organisms to which we belong. Which is that group? Yes, Mammalia. We belong to class Mammalia. Let us watch a video showing members belonging to class Mammalia. Please watch this video. What do you call those animals which come under Mammalia? Yes, they are called mammals. അവയെ വിളിക്കുന്ന പേരാണ് mammals അഥവാ സസ്തനികൾ.
Why are they referred to as mammals? എന്തുകൊണ്ടാണ് അവയെ mammals എന്ന് വിളിക്കുന്നത്? Because they possess mammary glands or milk producing glands. അവയ്ക്ക് പാൽ ഉൽപാദന ഗ്രന്ഥികൾ ഉള്ളത് കൊണ്ടാണ് അവയെ മമേലിയ എന്ന് വിളിക്കുന്നത് അഥവാ സസ്തനികൾ എന്ന് വിളിക്കുന്നത്. They produce milk using which they nourish their young ones. ഇവ ഉൽപ്പാദിപ്പിക്കുന്ന പാൽ ഉപയോഗിച്ച് കുഞ്ഞുങ്ങൾ പോഷകം നേടുന്നു. They nourish their young ones using the milk produced by the mammary glands. Where will you find these mammals? Mammals are found in a variety of habitats like polar ice caps, deserts, mountains, forests, grasslands, dark caves. Some of them are adapted to live in water, whereas some have developed the ability to fly. They have two pairs of limbs, forelimbs and hind limbs. അവയ്ക്ക് മുൻകാലുകളും പിൻകാലുകളും ഉണ്ട്. They are variously modified for walking, running, climbing, burrowing, swimming or flying. Skin possess hairs. രോമാവൃതമായ ത്വക്കാണ് ഇവയ്ക്ക് ഉള്ളത്. Jaws possess different types of teeth. താടിയെല്ലിൽ പല തരത്തിലുള്ള പല്ലുകൾ ഉണ്ട്. And they are incisors, canines, premolars and molars. വായിൽ 4 വ്യത്യസ്ത തരം പല്ലുകൾ കാണപ്പെടുന്നു. അവ ഏതൊക്കെയാണ്? Incisors, canines, premolars and molars. Jaws possess 4 different types of teeth, and this condition is called heterodont. The heart is 4-chambered with 2 auricles and 2 ventricles. Heart is 4-chambered with 2 auricles and 2 ventricles. Respiration is carried out by lungs, and respiration by lungs is called pulmonary respiration. ഇവയിലെ ശ്വസന അവയവം ലങ്സ് ആണ്. അത്തരത്തിലുള്ള റെസ്പിറേഷനെയാണ് പൾമണറി റെസ്പിറേഷൻ എന്ന് വിളിക്കുന്നത്. These are homeotherms. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇവയ്ക്കും സ്ഥിരമായി ഒരു ശരീര ഊഷ്മാവുണ്ട്. And such organisms which maintain a constant body temperature in spite of variations in the environmental temperature are referred to as homeotherms. Sexes are separate. Fertilization is internal, and most of them are viviparous in nature. എന്താണ് viviparous organisms? Those that give birth to young ones. കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകുന്ന, കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്ന ജീവികളെയാണ് viviparous എന്ന് വിളിക്കുന്നത്. Are all mammals viviparous? No. There are certain oviparous animals like echidna and platypus. Examples from class Mammalia: Ornithorhynchus or platypus, Macropus or kangaroo, Pteropus flying fox, Camelus camel, Macaca monkey, Rattus rat, Canis dog, Felis cat, Elephas elephant, Equus horse, Delphinus common dolphin, Balaenoptera blue whale, Panthera tigris tiger,
Panthera, Leo, lion. ഇന്ന് നാം എന്തൊക്കെയാണ് പഠിച്ചത്? We studied the characteristic features of three different classes of organisms. Class Reptilia, class Aves, and class Mammalia. Class Reptilia are those organisms which move around by creeping or crawling. Reptiles have dry cornified skin, scales or scutes, which they shed at intervals as skin cast. Their heart is three-chambered in nature. Class Aves have the ability to fly. They have hollow bones or pneumatic bones. Respiration is by lungs which have additional air sacs. The alimentary canal of birds have two additional chambers, crop and gizzard. Class Mammalia include those organisms which give birth to young ones and nourish their young ones using the milk produced by mammary glands. തുടർ പ്രവർത്തനത്തിനായി ചില ചോദ്യങ്ങൾ എഴുതിക്കൊള്ളുക. Please note down these questions. First question, distinguish between poikilotherms and homeotherms with examples. Distinguish between poikilotherms and homeotherms with examples. Second question, prepare a picture album showing various examples from phylum Chordata. Prepare a picture album showing various examples from phylum Chordata. Third question, read the following features of organisms and categorize them under appropriate headings. Three-chambered heart, presence of ear pinnae, moist skin, two-chambered heart, wings, pneumatic bones, body hair, completely aquatic, body with head and trunk. ഈ പ്രവർത്തനങ്ങൾക്കുള്ള ഉത്തരം നിങ്ങളുടെ അധ്യാപകരുടെ സഹായത്തോടുകൂടി ചെയ്യേണ്ടതാണ്. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ അത് ദൂരീകരിക്കുവാൻ അധ്യാപകരുടെ സഹായം തേടാവുന്നതാണ്. വീണ്ടും ഒരു പുതിയ ടോപ്പിക്കുമായി നിങ്ങളെ കണ്ടുമുട്ടുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.